ഒറ്റ കാര്യം അതായത് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു തർക്കവും ഇല്ലെന്നാണ്. ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള എറണാകുളം ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വൈപ്പിനിലായിട്ടില്ല, തൃപ്പൂണിത്തുറയിലായിട്ടില്ല, പെരുമ്പാവൂരിലായിട്ടില്ല. ഈ 3 മണ്ഡലങ്ങളിൽ തീരുവോ? അല്ല, അറിയില്ല. അപ്പൊ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി ഡി സതീശൻ എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. പ്രശ്നമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുണ്ടല്ലോ, ദീപ്തി മേരി വർഗീസിന് ആരോ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതേ ഉറപ്പ് മുഹമ്മദ് ഷിയാസിന് മറ്റൊരാൾ കൊടുത്തിട്ടുണ്ട്. ഇതേ ഉറപ്പ് സണ്ണിയും കബിക്കാടിനും കൊടുത്തിരുന്നു. ആളുടെ പേര് വി ഡി സതീശൻ. മേയറായിട്ട് ലത്തീൻ സഭയുടെ ആസ്ഥാനത്ത് പ്രസംഗിക്കുമ്പോൾ അവരോട് പ്രസംഗിക്കുകയാണ്, ലത്തീൻ സഭ എനിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് മേയറായെന്ന് പറയാണ്. ജനാധിപത്യ വിരുദ്ധമാണ്. ലത്തീൻ സഭയുടെ മുന്നിൽ പോയി അവരങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതിൽ ജനാധിപത്യ വിരുദ്ധ തോന്നുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശിവഗിരി മഠം പോലുള്ള സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, അതായത് ശിവഗിരി മഠം എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയ തർക്കങ്ങളിലോ വിവാദങ്ങളിലോ പെടാറില്ല. പക്ഷെ സ്വാമി ശാശ്വതികാനന്ദയുടെ കാലത്ത് ശാശ്വതികാനന്ദ അവിടെ ശിവഗിരി മഠാധിപതിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന സന്യാസിയായിട്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അതെന്തുകൊണ്ട്? അത് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ചില അധികാര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് ശിവഗിരി മഠത്തിൽ അന്ന് ഭൂരിപക്ഷം കിട്ടിയ അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുത്ത ഒരു സമിതിക്ക് അധികാരം കൈമാറാൻ ശാശ്വതികാനന്ദ തയ്യാറായിരുന്നില്ല. തുടർന്ന് അവിടെ പോലീസ് അധികാരം അല്ല, ഞാനൊന്ന് പറയട്ടെ, അങ്ങനെയാണ് അന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു പുതിയ ഒരാൾ, SNDPയുടെ അന്ന് വരെ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ലാതിരുന്ന കരാറുകാരനായിരുന്ന, കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരു കരാറുകാരൻ എന്നുള്ള ഖ്യാതിയൊക്കെ നേടിയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ വരുന്ന അന്ന് ശാശ്വതികാനന്ദയുടെ ഇടപെടലിനെ തുടർന്നാണ്. പിന്നീട് അതിനുശേഷവും ശിവഗിരി മഠം അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ശിവഗിരി മഠം ഒന്നല്ല, ഞാൻ പറഞ്ഞ ശിവഗിരി മഠം ഒരു സ്ഥാപനം എന്നുള്ളത്. ശിവഗിരി മഠം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഒരു തലപ്പൊക്കമുള്ള ഈഴവൻ വേണമെന്നുള്ള ആവശ്യത്തിലാണല്ലോ പറയുന്നത്. ആത്മീയ വഴിയാണ്. ഒരു ആത്മീയ വഴിയാണ്. അങ്ങനെ ഇടപെട്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയാറുണ്ട്, അതിനു മുമ്പുള്ള കെ ഗോപിനാഥൻ പറയാറുണ്ട്. വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം ഈ പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ശക്തരായ ആളുകൾ ഭരണത്തിലേക്ക് വരണമെന്നുള്ളതാണ്. ശിവഗിരി മഠത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശിവഗിരി മഠം എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം, അതിന്റെ ആ ഒരു ആത്മീയ വഴിയാണ്. അവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയത്തിൽ ഇത് ഏറെ കാലത്താണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഒരു നിവേദനം കൈമാറുക, രാജീവ് ഗാന്ധി പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുക. വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം ആ സമുദായത്തിൽപ്പെട്ട ആൾ അവിടെ വേണമെന്നുള്ള വിശാലമായ താല്പര്യം ഈ കേരളത്തിൽ ഈഴവ സമുദായത്തിന്, നായർ സമുദായത്തിന് അല്ലെങ്കിൽ മറ്റ് മത സമുദായ സംഘടനകൾക്ക് ഇവിടെ സ്വാധീനം ഇത്തരം ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം സമുദായങ്ങളും സഭകളും ആവശ്യപ്പെടലുണ്ട്. പക്ഷേ ഈ ശിവഗിരി മഠം പോലെ ഇപ്പോ നാളെ അമൃതാനന്ദമയി മഠം പറയാണ്, അമൃതാനന്ദമയി മഠത്തിന്റെ വിശ്വാസികളായ കുറച്ച് പേരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാവണമെന്നുണ്ടോ? ഇത്തരം ചില സ്ഥാപനങ്ങൾ അവരുടേതായ മനുഷ്യൻ നന്നായാ മതി. അതായത് ഈ ഗ്രൂപ്പുകൾ ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു. സ്ഥാനാർത്ഥിയാക്കോ വേണ്ടത് പാർട്ടികൾ തീരുമാനിക്കുന്നു. ഞാൻ ജയിക്കുന്നു, ഞാൻ ജയിച്ചിട്ട് ആ സമുദായത്തിൽ പോയി എനിക്ക് വോട്ട് കിട്ടി ഈ സമുദായത്തിന്റെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് ജനാധിപത്യം. അതേ പറഞ്ഞോളൂ. ഹാഷ്മി അല്പം മുമ്പ് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നത്? ഇത്തവണ മത്സരിച്ചാൽ എനിക്ക് 15,000 ഭൂരിപക്ഷം. തൊട്ടടുത്ത വാചകം, എനിക്ക് എല്ലാ സഭകളുടെയും പിന്തുണയുണ്ട്. എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണെന്നേ. ചിലവരത് നമ്മൾ ജയിച്ചിട്ട് ജനത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് എനിക്ക് വോട്ട് കിട്ടിയത് ഇന്ന സഭയുടെ വോട്ടിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ്. അതേ പറഞ്ഞോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.